ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പങ്കാളി സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അവർ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നാൻ മാത്രമല്ല, നിങ്ങൾക്ക് കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൃത്യമായി ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അവർ പറയണമെന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയണമെന്നില്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി അത് ചിലർ പറയുന്ന കാര്യമുണ്ട്, പറയാതെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കാട് കയറി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവർ പറയുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടു എന്നൊക്കെ ചിലപ്പോൾ അവർ പറയും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ അവർ തന്നിട്ടുണ്ടായിരിക്കും. അത് വേണമെന്ന് വെച്ച് പറയണമെന്നായിരിക്കില്ല, പറയുമ്പോൾ അവർ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങളപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. എന്നിട്ട് അത് വാങ്ങിക്കൊടുക്കുക. അത് അവരുടെ ആഗ്രഹമല്ലേ, അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുക. അതേപോലെ അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഏകദേശം നിങ്ങളുമായിട്ട് അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്കറിയാം, അത് ശരിക്കും അവരുടെ ആഗ്രഹമല്ല, ആ ഒരു സമയത്ത് അവരുടെ ആവശ്യമാണ്. അവർക്ക് ആ ക്യാഷ് എന്ന് പറയുന്നത് ആ സമയത്തുള്ള അവരുടെ ആവശ്യമാണ്. പക്ഷെ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, ക്യാഷ് ഇല്ല, പക്ഷെ അവർക്കിപ്പോൾ അത് ആവശ്യമുണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ആഗ്രഹം, ആവശ്യം എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവരുടെ മനസ്സിലായി, എല്ലാ ആളുകളുടെയും മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ സ്നേഹിക്കപ്പെടുകയാണ്, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറാൻ ചെയ്തു തരാൻ എനിക്കൊരാളുണ്ട് എന്നൊരു ചിന്ത അവർക്ക് വരും എന്നുള്ളതാണ്. സോ അവർ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളത് തോന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന സമയത്ത് ഇടയിൽ കയറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന്, ഇപ്പോൾ അവരുടെ ഒരു പ്രോബ്ലമാണ് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആവശ്യം പോലും ഇല്ല. പക്ഷേ പറയുന്ന കാര്യം കേട്ടിരിക്കുക. അങ്ങനെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുണ്ടാവില്ല. ഒരാൾ പറയുമ്പോൾ അതിനെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവില്ല ഇതിപ്പോൾ വലിയൊരു സംഭവമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഒരാളെ കേട്ടിരിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു ക്ഷമയുള്ള ഒരാൾക്കാണ് അതിന് കഴിയുള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ എത്രയും കേട്ടിരിക്കാൻ. അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരാളൊന്ന് കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. സോ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്കും വലിയ സന്തോഷമാണ്. പിന്നെയും ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളിലേക്ക് വരും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരെന്തെങ്കിലും പറയുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കരുത്. അതായത് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. അവരെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും, കൂടുതൽ അടുത്തറിയാൻ കഴിയും എന്നുള്ളതാണ്. സോ ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സിറ്റുവേഷനിലും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഉറപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വാക്കുകളിലൂടെ കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രവൃത്തിയിലും കാണിക്കാനായിട്ട് കഴിയും. അതായത് നമുക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയാം, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ആ ഒരു രീതിയിൽ നമ്മൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഒരു ധൈര്യമൊക്കെ വരും. അതായത് എനിക്ക് ഒരാളെൻ്റെ കൂടെ ഉണ്ട്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നൊരു ധൈര്യമൊക്കെ അവർക്ക് വരും എന്നുള്ളതാണ്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാതെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. അവർ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നിയാലേ തിരിച്ച് നമ്മളെ സ്നേഹിക്കുള്ളൂ. അപ്പോൾ ഈ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഫീല് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് സിറ്റുവേഷനിലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കാം. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാം. മീൻസ് ആ ഒരു പ്രശ്നത്തെ എതിരിടാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം.
അവരുടെ ലൈഫിൽ വല്ല നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളതാണ്. സോ അങ്ങനെയും നിങ്ങൾ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ അവരിലേക്ക് വരികയും അതേപോലെ അവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്